10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ അഭിനയിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പരിപാടി, എന്താണ് ഈ പരിപാടി എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്തു, റീൽസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ റീൽസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നോർമലായിട്ട് നമ്മൾ ഈ ഡബ്ബിങ് ഇല്ലേ, മറ്റു ആക്ടേഴ്സിൻ്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാം, അതായിരുന്നു ചെയ്തു വന്നത്. അങ്ങനെ ചെയ്ത് ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി. ജൂനിയർ ആർട്ടിസ്റ്റായി പോയപ്പോൾ അവിടുത്തെ വലിയ ക്യാൻവാസൊക്കെ കണ്ടു വന്നപ്പോൾ വലിയ ചിന്തകളൊക്കെ വന്നു തുടങ്ങി. ഇത് ചെയ്യണമെന്ന് നമുക്ക് ഇതുപോലെ ചെയ്താലും എന്നുള്ളൊരു തോട്ട് തുടങ്ങി. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ആരും ഇല്ല ഇങ്ങനെ ഇതിനെ കുറിച്ചിട്ട് അറിയുന്ന ആൾക്കാർ. നമ്മൾ ടീമൊന്നും ആയിട്ടില്ലല്ലോ, വരുന്നല്ലേ ഉള്ളൂ. ആ സമയത്താണ് ഒരുപാട് വീഡിയോ ഇങ്ങനെ ചെയ്ത് 300 ഫോളോവേഴ്സും 200 ഫോളോവേഴ്സൊക്കെ ഉള്ളൂ, കൂടിപ്പോയ വ്യൂസൊക്കെ കുറച്ച് കിട്ടുള്ളൂ. ആ സമയത്താണ് 2018 സംഭവിക്കുന്നത്. അന്ന് ഞാൻ അത് ചെയ്യാനുള്ളൊരു അത് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പടം കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇത് ചെയ്യണമെന്ന്. അന്ന് ഞാൻ എൻ്റെ കുറച്ച് കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊരു ഗ്രൗണ്ട് ഉണ്ട്, നമ്മൾ ഫുട്ബോൾ കളിക്കണേ, അവിടെ നമുക്ക് എന്ത് ചെയ്യുക, അത്യാവശ്യം നല്ല രീതിയിൽ ഒരു JCB ഒക്കെ വിളിച്ചിട്ട് വലിയൊരു കുഴി ഒഴിക്കണം. എന്നിട്ട് അതിൽ ഫുള്ള് നമ്മൾ ദാർപ്പായി ഇറക്കിയിട്ടിട്ട് വെള്ളം ഒഴിക്കണം. എന്നിട്ട് അതിൽ തോണി എടുത്തിട്ട് നമുക്ക് തൊഴിഞ്ഞ് പോകണം എന്ന് പറഞ്ഞു. ഇത് വൻ പരിപാടിയാണല്ലോ, പിള്ളേരൊക്കെ പേടിച്ചിട്ട്. അപ്പോൾ ഇത് അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് നടക്കൂല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ചെറിയൊരു ക്യാൻവാസിലാണ് മായ വെച്ചിട്ട് ചെയ്തത്.